ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷൻ എന്തായിരിക്കും? ശോഭി തിലകൻ എന്നൊരു ആൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരു മുഹൂർത്തം ഏതായിരിക്കും? അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടോ? അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷമമുണ്ടായ മുഹൂർത്തം എന്ന് പറയുന്നത് അച്ഛന് മരണസമയത്ത്, അല്ലെങ്കിൽ ആ 33 ദിവസം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഈ 33 ദിവസവും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനാണ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അതായത് രാത്രി ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത് ഏകദേശം ഒരു 9 മണി ഒക്കെ ആയപ്പോഴേക്കും ഞാൻ വന്നു. അപ്പോൾ അച്ഛൻ കിടക്കുന്ന മുറി എൻ്റെ വീട്ടിലാണ് താമസം. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ്. അച്ഛൻ ലാസ്റ്റ് ഉണ്ടായിരുന്ന അവിടെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം അച്ഛൻ്റെ കൂടെ പോയിരുന്നു, കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം എന്ന് വെച്ചാൽ, അച്ഛൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി പോലത്തെ ഒരു സംഭവം എഴുതാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് പുള്ളി ഒരു പെട്ടി, അച്ഛൻ ഒരു പെട്ടി കൊണ്ടുവന്നു. ആ പെട്ടിയിൽ മൊത്തം ഇതുവരെ വന്നിട്ടുള്ള അച്ഛൻ്റെ ഇൻ്റർവ്യൂസ്, അച്ഛൻ ഓരോ മാഗസിൻസിന് കൊടുത്തിട്ടുള്ള, പണ്ട് തൊട്ട് നമ്മുടെ ഫിലിം മാഗസിൻ, മറ്റേ ചലച്ചിത്രം, അങ്ങനെയുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുള്ള ഒരുപാട് മാഗസിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. ഈ ഇൻ്റർവ്യൂസ് എല്ലാം പുള്ളി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ബുക്കുകളും ഇപ്പോഴും ഉണ്ട് വീട്ടിലിരിപ്പുണ്ട്. അതിൽ ഓരോ ബുക്ക് എടുക്കും, എന്നിട്ട് അത് പുള്ളിയുടെ ഇൻ്റർവ്യൂ പുള്ളി വായിക്കും. വായിച്ചിട്ട് ആ ഇൻ്റർവ്യൂ കട്ട് ചെയ്തിട്ട് ഒരു A4 സൈസ് പേപ്പറിനകത്ത് ഒട്ടിച്ചു വെച്ചിട്ട് അതിൻ്റെ ആ ഇൻ്റർവ്യൂ വന്ന മാഗസിൻ്റെ പേര്, ഡേറ്റ്, കാര്യങ്ങളെല്ലാം ആ A4 സൈസിന് മുകളിൽ എഴുതി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കും. അതെന്നെ കൊണ്ട് ഫോട്ടോ കോപ്പി എടുപ്പിച്ചിട്ട് അത് സോർട്ട് ചെയ്ത് ഫയൽ ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ചെയ്യുന്ന എൻ്റെ മക്കളെ കൊണ്ടാണ്. അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം മക്കളെ വിളിക്കും. മോളെ വിളിച്ചിട്ട്, എടീ നീ അതെട്, അത് പുള്ളി ഇങ്ങനെ കിടക്കുള്ളൂ. ഞാൻ കിടന്നിട്ട് ആ പേപ്പർ ഇതെട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിച്ചിട്ട് പശ തേക്കണം, ഒട്ടിക്കണം, ഇതൊക്കെ ചെയ്യിക്കുന്നവരെ കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു.